ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു കീര കാണുമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ കീര കിട്ടുമ്പോൾ ഒരു തോരൻ വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ഒഴിച്ച് കറി തയ്യാറാക്കുകയോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോരനായിട്ടും ഒരു ഒഴിച്ച് കറിക്കോ ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയാലോ. വളരെ ടേസ്റ്റാണ്, സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ടും. അപ്പോൾ നമുക്കതൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു കുറച്ച് കീര എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കീര എടുത്ത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമേ. ഒരു കൈപ്പിടി അളവ് കീര ഉണ്ടെങ്കിലും നമുക്കത് ഈ റെസിപ്പി നമുക്ക് തയ്യാറാക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. പിന്നെ നമുക്കറിയാമല്ലോ, കീര നമ്മൾ എത്ര തന്നെ ഉണ്ടെങ്കിലും നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും അത് ചെറുതായി വരുമല്ലേ. അപ്പം നമുക്കത് ഒരു കൈപ്പിടി അളവ് കീര മതി. നമുക്ക് സിമ്പിളായിട്ട് ഈ റെസിപ്പി നമുക്ക് തയ്യാറാക്കാമേ. അപ്പം ഞാൻ കുറച്ച് കീര എടുത്ത് നല്ലോണം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ചെറിയ ഉള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാളയും കൂടെ എടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസ് സവാള മതി. അത് ഇതേപോലെ തോടൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൊടിയായിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാൽ മതിയാവുകയെ. അപ്പോൾ അതെന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഒരു കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇതേ സമയം തന്നെ നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുക്കാം കേട്ടോ. അതും കൂടെ നമുക്ക് വെച്ച് ഇതിലോടൊപ്പം ഒന്ന് അരച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ലാസ്റ്റ് ഈ പുളി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം, പുളിവെള്ളം ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചാലും മതിയാവും കേട്ടോ. അപ്പം അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സിമ്പിൾ ആക്കാനായിട്ട് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടെ ഈ സമയം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാമേ. അപ്പം ഞാൻ ഇവിടെ ഉള്ളിയെല്ലാം മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറിയ ഉള്ളിയും സവാളയും വെളുത്തുള്ളിയും എല്ലാം അതിനോടൊപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടതിന് ശേഷം ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രയും മതിയേ. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉള്ളിയിൽ ഓൾറെഡി വെള്ളം കാണുമല്ലോ. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്കിതങ്ങ് അരച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാമേ. കടുക് നല്ലോണം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മതി കേട്ടോ. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തോടുള്ള ഉഴുന്ന് പരിപ്പാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഉഴുന്ന് പരിപ്പാണെങ്കിലും ഈ സമയം ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ വറ്റൽമുളകും ഇട്ടതിന് ശേഷം ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം ഒന്ന് പൊട്ടി മൂത്ത് വന്നതിന് ശേഷം ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പച്ചയ്ക്കാണല്ലോ വെളുത്തുള്ളിയും ഉള്ളിയും സവാളയും എല്ലാം നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സമയം നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാമേ. അപ്പോൾ അതായത് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. 2 മിനിറ്റ് ഒന്ന് ഇളക്കി ആ ഉള്ളിയിലേക്ക് ആ ഒരു പച്ച ചുവയുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണേ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ കീര കിട്ടുന്ന സമയത്ത് ഒരു തോരനോ ഒരു ഒഴിച്ചു കറിയൊക്കെ ആയിരിക്കും നമ്മൾ തയ്യാറാക്കുന്നതല്ലേ. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. തോരനും ഒഴിച്ചു കറിക്ക് പകരം പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കീര നമുക്കിതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാമേ. കീര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ.
അപ്പോൾ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിരുന്നു. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കീരയ്ക്കൊക്കെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാമേ. കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും കീരയെല്ലാം നല്ലോണം ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് വരും കേട്ടോ. ആ ഒരു പരുവം വരുന്നതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം അരയ്ക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇട്ട് അരച്ചെടുത്താലും മതിയാകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ അതൊന്ന് കുതിർത്തതിന് ശേഷം ഈ സമയം നമ്മൾ നല്ലോണം ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ സമയം ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഇതിലോട്ടങ്ങ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേവിക്കണം. അപ്പോഴത്തേക്കും ഈ പുളിവെള്ളം എല്ലാം നല്ലോണം ഇതിൽ കറിയിലോട്ടൊന്ന് പിടിച്ച് കിട്ടുവേ. അപ്പം എരിയും പുളിയും ഒക്കെ ചേർന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ചോറിന് വേറെ ഒരു കറിയും വേണ്ട, അത് ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം മതി കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ചോറുണ്ണാം. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിതാ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നോക്കി ഇതാ പുളിവെള്ളം എല്ലാം നല്ലോണം ഒന്ന് വറ്റി എല്ലാം നല്ലോണം ഒന്ന് പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് തണുക്കുമ്പോഴത്തേക്കും അതിലുള്ള ചെറിയ ഈർപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കീര കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഒരു കൈപ്പിടി അളവ് കീര ഉണ്ടെങ്കിൽ നമുക്കിത് ഈ റെസിപ്പി തയ്യാറാക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് വിരകി കഴിച്ച് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പീസാണ് കേട്ടോ എൻ്റെ ചാനലിൽ ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാനും ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ല അടിപൊളിയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറിയും നമുക്ക് ചോറിനോടൊപ്പം ആവശ്യമില്ല. ഈ ഒരൊറ്റ കറി മാത്രം മതി കേട്ടോ. പിന്നെ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഐറ്റം കറിയാണ് കേട്ടോ. സൂപ്പറാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളിതാ ഈ ഒരൊറ്റ കറി ഉണ്ടെങ്കിൽ തന്നെ നമ്മളിതാ ചോറ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കൂ. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.